ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സാരി എടുക്കാമെന്ന് പറഞ്ഞ് പോക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഫ്രണ്ട് കൃഷ്ണപ്രിയ, ബാക്കിൽ അരീന, ലക്ഷ്മി. ഇവളെ കിച്ചാപ്പി എന്ന് വിളിക്കും, ബാക്കിലിരിക്കുന്നവളെ ഞാൻ അരീന ബേബി എന്ന് വിളിക്കും, അവളെ ലക്ഷ്മി എന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പം അരീനയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ എന്തോന്ന് വ്ളോഗർ എടി, നീ എന്താ വ്ളോഗ് എടുക്കാത്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഫോണും പിടിച്ച് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ അരീന ബേബിയുടെ അടുത്ത് പറയണം, ഹായ് കാണിക്കൂ, എൻ്റെ വ്ളോഗാണ്, ഹായ് കാണിക്കൂ എന്ന്. അപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയത്. ഞങ്ങൾ വെഡ്ലാൻഡിൽ ഞങ്ങൾ ആറ്റിങ്ങയിൽ നിന്ന് ബസ് കയറിയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, വെഞ്ഞാറമൂട് ആറ്റിങ്ങയിൽ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ ഇറങ്ങി വെഞ്ഞാറമൂട് ബസ് കയറിയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ വെഡ്ലാൻഡിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് ഇറക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്താ പിന്നെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 3 മുക്കിൽ കൊണ്ടുവന്ന് ആ ചേട്ടൻ പറ്റിച്ച് കളഞ്ഞു. ആ സ്റ്റോപ്പ് എത്തിയപ്പോൾ ആ ചേട്ടൻ മലന്ന് പോയി. എന്നിട്ട് ഞങ്ങൾ 3 മുക്കിൽ കൊണ്ടുവന്ന് പറ്റിച്ച് കളഞ്ഞു. ഞങ്ങൾ ആ കൊട്ടവിലത്ത്, അതും എത്രയോ 1-2 മണി എന്തോ ആയി, ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ആ സമയം ഇപ്പോൾ നമ്മളവിടെ കൊണ്ടുവന്ന് കൊട്ടവിലത്ത് പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ആണെങ്കിൽ KSRTC ഒക്കെ ആണെങ്കിൽ ഇതാ ജെറ്റ് പായുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും ടെൻഷനായിരുന്നു നമുക്ക്. നമ്മൾ വൈറ്റ് ലൈനൊക്കെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്, കിളിച്ചിൽ പോലെ. അപ്പോൾ ഇവളുമാർ മുന്നേ കയറിപ്പോയിട്ട് ഞാൻ അവളുമാരെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഇറങ്ങടി, എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളുമാർ പിന്നും അതേണൊക്കെ ഇറങ്ങി വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന്. ഞങ്ങൾ വെഡ്ലാൻഡിലാണ് കേട്ടോ പോയപ്പം. ആ ചേച്ചി പറഞ്ഞു പട്ടുസാരിയുടെ കളക്ഷൻസ് മുകളിലാണ് വരുന്നത്, നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്, 1000-ൻ്റെ അകത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പട്ടുസാരി എടുക്കാമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഇവിടെ നല്ല മിററല്ലേ, ഞങ്ങൾ ഇങ്ങനെ മിററിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകളിൽ കയറി ഞങ്ങൾ പട്ടുസാരിയുടെ കളക്ഷൻസിൻ്റെ അവിടെ എത്തി. നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനും പാടായിരുന്നു. അങ്ങനെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ബനാറസി അങ്ങനെയൊക്കെ പോലെ എനിക്ക് സാരിയുടെ കൂടുതലായിട്ട് വിവരിക്കാനെന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ ആ ചേച്ചിമാർ പറയുന്നതനുസരിച്ച് ഇതാണ് ലക്ഷ്മി എടുത്ത സാരി, വാടാമല്ലിയുടെ ആ ഒരു റേറ്റിന്, ആ ഒരു ഞാൻ ഇപ്പോൾ കാണിച്ചൊരു സാരിയില്ലേ ആ റേഞ്ചിൽ വരുന്നതിനെ ഗ്രീനും വേറൊരു റെഡും ഒക്കെ വരുന്നതാണ് അരീനയും നമ്മളെ കിച്ചാപ്പി എടുത്തത്. എനിക്കതിൻ്റെ ആ കളർ കോമ്പിനേഷൻ കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ബേൺഡ് ഓറഞ്ച്, ഒരു ബനാറസി സാരി കൂടെ പിടിച്ച് നിന്നപ്പോൾ എനിക്കതൊന്ന് ട്രയൽ ചെയ്ത് തരുമെന്ന് ആ ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അതിനെന്താ പിന്നെന്താ ട്രയൽ ചെയ്ത് തരാം. പക്ഷേ ഇവിടെ ഈ ഉച്ച സമയത്ത് നല്ല തിരക്കായതുകൊണ്ട് അവർക്ക് ഒത്തിരി പാടായിരുന്നു. എന്നാലും ഞങ്ങൾ 4 സാരി എടുക്കുകയല്ലേ എന്ന് വിചാരിച്ച് ആ ചേച്ചി ട്രയൽ ചെയ്ത് തന്നു കേട്ടോ. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇത് എടുത്തത്, ബേൺഡ് ഓറഞ്ച് എടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ബേൺഡ് ഓറഞ്ചും ബ്രൗണും വരുന്ന കോമ്പിനേഷൻ അല്ലേ, അപ്പം ഞാൻ അതുകൊണ്ടാണ് എടുത്തത്. പക്ഷേ ഈ ബേൺഡ് ഓറഞ്ച് ഭയങ്കരമായിട്ട് ആ ഗോൾഡ് ആ കവറേജ് വരുന്നതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഇതിൽ കോളറുള്ള ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പിന്നെ ബ്ലൗസ് ഇങ്ങനെ കയറി വയ്ക്കാനും പാടായിരുന്നെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. ഇത് കുഴപ്പമില്ലായിരുന്നു ഒരുവിധം. പക്ഷേ അവരെടുത്തതെല്ലാം ഒരേ പാറ്റേൺ വരുന്ന സാധനമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ, ഇത് ബനാറസി സിൽക്കാണ്. ഇത് കൂടെ റേറ്റ് വരുന്നതാണ് 1500. അവരെന്തോ ഓഫറിന് ഇട്ടിരുന്നതാണ് കേട്ടോ. ഇത് അരീന എടുത്തത്. ഇത് എന്നാണ് നമ്മുടെ കിച്ചാപ്പി, അതിൽ വരുന്ന റെഡ് കോമ്പിനേഷനുള്ളതാണ് അവളെടുത്തത്. ഞാൻ നേരത്തെ വാടാമല്ലി കാണിച്ചായിരുന്നു ലക്ഷ്മി എടുത്തത്. അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത്, എനിക്ക് അവരുടെ കളർ കോമ്പിനേഷൻ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇത് അരീന കേട്ടോ. അപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കണം, നീ എന്താ വ്ളോഗറല്ലേ വീഡിയോ എടുക്കാത്തതെന്ന് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നതാണ്. എനിക്ക് അതിൻ്റെ കളർ കോമ്പിനേഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറൊരു ബ്ലാക്കാണ് എടുത്തത്. അതുപോലെ തന്നെ പാറു വരാത്ത കുട്ടി, അവൾക്കും നമ്മൾ വീഡിയോ കോൾ ചെയ്ത് അവൾക്കും ഒരു ബ്ലാക്കാണ് എടുത്ത് കൊടുത്തത്. അവളും അത് ലക്ഷ്മി വാങ്ങിച്ച് സെലക്ട് ചെയ്തായിരുന്നു. ഞാൻ പിന്നെ എനിക്കിഷ്ടമല്ലാതെ ഞാൻ ആ ഒരു സാരി സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ എനിക്കിഷ്ടമല്ലാതെ എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്ത് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഇവളെന്ന് പറയുന്നത് ബിരിയാണി മാത്രമേ കഴിക്കൂ, മന്തി കഴിക്കില്ല. ആരെങ്കിലും ഉണ്ടോ ഈ മന്തി കഴിക്കാത്ത ആൾക്കാർ? ഞങ്ങളെ കൂട്ടത്തിൽ മന്തി കഴിക്കാത്തതാ ഇവളൊരുത്തിയാണ് മന്തി കഴിക്കാതെ ഒറ്റയ്ക്ക് ബിരിയാണി വാങ്ങിച്ചിരുന്ന് കഴിക്കുന്ന. ഞങ്ങളെല്ലാവരും മന്തിക്ക് പറഞ്ഞിട്ടുണ്ട്, അവൾ ബിരിയാണിക്ക്. അങ്ങനെ അവളെങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണ്, ഇവളാണ് മന്തി കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഇവൾ പിന്നെ എപ്പോഴും വന്നപ്പോൾ ഫോൺ ഞാനാണ് അത് പറഞ്ഞത്, എന്ത് ഫോൺ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ഫോണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മന്തിക്ക് പറഞ്ഞു. ഈ മന്തി ഇഷ്ടമല്ല ബിരിയാണി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ട്? അപ്പോൾ ഇത്രയും പേരിൽ മറ്റുള്ള ബിരിയാണി ഫാനും ഞങ്ങളെല്ലാവരും മന്തി ഫാനുമാണ് കേട്ടോ. പിന്നെ ഞാൻ ആ സാരി റിട്ടേൺ ചെയ്തിട്ട് വേറൊരു സാരിയാണ് കേട്ടോ പിന്നെ പോയി ഞാൻ എടുത്ത്. ആ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ എടുത്ത ലാസ്റ്റ് പിക്കാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.